പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിന് പിന്നാലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർണായക ഉത്തരവ്. ചുട്ടിപ്പാറ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും MG സർവകലാശാല നേരിട്ട് നടത്തുന്നതും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതുമായ മുഴുവൻ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും. അമ്മു സജീവിന്റെ കുടുംബം ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഈ മാസം 17 നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ CPAS നിർദ്ദേശം നൽകി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. വിവരാവകാശ കമ്മീഷൻ ഹക്കീം സാർ നല്ലൊരു ഉത്തരവാണ് പുറപ്പെടുവിച്ചേക്കുന്നത്. അത് നമുക്ക് മാത്രമല്ല, ഇനി അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇനി ചേരാനിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇവരുടെ ഈ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നത് സംബന്ധിച്ചിട്ട് അവർ പുറത്തു കൊണ്ടുവരാൻ പ്രയോജനമായൊരു ഉത്തരവാണ്. എന്നുവെച്ചാൽ ഒരു നിഷേധാത്മകമായ സമീപനമായിരുന്നു നമ്മളോട് കാണിച്ചിരുന്നത്. ഡയറക്ടർ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ ഫോണിൽ വിളിച്ചാൽ പോലും അദ്ദേഹം എടുക്കത്തില്ലായിരുന്നു. എന്നിട്ട് പുള്ളി നമ്മളോട് വളരെ ഹാർഡ് പെരുമാറിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടി. ഇനിയിപ്പം നമുക്ക് 17-ാം തീയതി നമുക്ക് നമ്മൾ ചോദിച്ച എല്ലാ രേഖകളും തരണമെന്നും പറഞ്ഞാണ് കമ്മീഷൻ ഉത്തരവായിരിക്കുന്നത്. ഒരു വലിയ അനുഗ്രഹമായിട്ടുള്ളൊരു ഓർഡറാണ്. ലോക്കൽ പോലീസിൽ വിശ്വാസമില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ ആത്മഹത്യ ചെയ്തതല്ലാന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ സോളമൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. അമ്മു സജീവിന്റെ മരണത്തിന് ശേഷം എന്താണ് ക്യാമ്പസിൽ നടന്നത്, അന്നത്തെ ദിവസം സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു മറുപടിയാകുമോ ഈ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വരുമ്പോൾ? സുജയ പറഞ്ഞതുപോലെ തന്നെ ആ ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസം വിവരാവകാശം തേടിയത് അമ്മുവിന്റെ അച്ഛൻ സജീവ്. ഇത് CPASന്റെ ഡയറക്ടർ ബോർഡിനോടും അതുപോലെ തന്നെ പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലുമാണ് 2 വിവരാവകാശങ്ങൾ അന്ന് തേടിയിരുന്നു. പക്ഷേ അതിന് മറുപടി തരാനായിട്ട് CPAS ഡയറക്ടറിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിൽ പ്രധാനമായും ഈ കോളേജും അതുപോലെ തന്നെ CPASും നൽകിയ മറുപടി എന്ന് പറയുന്നത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലല്ല CPAS ഉൾപ്പെടുന്നെന്നുള്ളൊരു മറുപടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അമ്മുവിന്റെ അച്ഛൻ സജീവ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 19-ാം തീയതി ഇതിന് മറുപടി നൽകണമെന്ന വാക്കാലൊരു താക്കീത് ഈ CPASന്റെ ഡയറക്ടറിന് നൽകിയെങ്കിലും പിന്നീട് അതിന് മറുപടി ഉണ്ടായില്ല. ഇതിന് പിന്നാലെ വീണ്ടും രണ്ടാമതൊരു അപ്പീൽ അമ്മുവിന്റെ അച്ഛൻ സജീവ് വീണ്ടും ഒരു അപ്പീലുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തെ MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന 17-ാം തീയതി ഈ അമ്മുവിന്റെ കുടുംബം ആവശ്യപ്പെട്ട മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി നൽകണമെന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ മറുപടി തൃപ്തികരമല്ല എങ്കിൽ 20-ാം തീയതി വീണ്ടും ഹിയറിംഗിനെ വിളിച്ചിട്ടുണ്ട്. ഹിയറിംഗിൽ കുടുംബം ആവശ്യപ്പെട്ട രേഖകൾ 17-ാം തീയതി കൊടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്.